അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കില് കുറേയധികം റിസോഴ്സൊക്കെ വെച്ചിട്ട് ഒരു കിടിലം പാലം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സെയിം പാലം നമ്മൾ ഈ ഒരു വില്ലേജർ ബ്രീഡറിലേക്ക് പോകാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് ഒരു കിടിലം വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിലേ ഇവിടെയാണെങ്കിൽ കുറേയധികം വില്ലേജസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രീ ക്യാം ഇട്ടിട്ട്. കണ്ടോ ഇതിന്റെ അകത്താണെങ്കിൽ ഇഷ്ടം പോലെ വില്ലേജസ് നമുക്ക് ജനിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പിടിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കൊടുക്കണം. അപ്പോ എന്തായാലും നമുക്കൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഫറൻസ് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയും നേരമായിട്ട് വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ വീഡിയോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരാം. അപ്പൊ ഇതിനൊരു 30 ഡേയ്സ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി പോവാണ്. അത് നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെത്. എന്ത് സംഭവിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ എന്തായാലും പരമാവധി ഗ്യാപ്പ് എടുക്കാണ്ട് 30 ഡേയ്സ് ഫുള്ളും വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ ഡേ 1 ഇന്നലെ കഴിഞ്ഞു. ഇത് ഡേ 2 ആണ്. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ അത്ര സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ കാണുന്ന ആൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ട്രേഡിംഗ് ഹാൾ പണിയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രേഡിംഗ് ഹാൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിനെ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഈ എടുത്ത ഡേർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം. ഞാൻ ഈ ഒരു നിൽക്കുന്ന ലെവലിലേക്ക്. ഇവിടെ അത്യാവശ്യം ഹൈറ്റിൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞാനിതാ ഇവിടെ ഇത്രയും ഏരിയ പ്ലെയിൻ ആക്കി എടുത്തിട്ടുണ്ട്. അതും ഒരു ചെറിയ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഞാൻ ചെയ്തത് നമ്മളെ ഈ ഒരു വില്ലേജർ ബ്രീഡർ അടുത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യാൻ വില്ലേജറെ ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞാൻ ബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ സൈഡായിട്ട് ഓരോ ബിൽഡൊക്കെ ഇനി ഇങ്ങനെ ചെയ്ത് പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഐലൻഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ മൊത്തത്തിൽ എനിക്ക് ബിൽഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് സെറ്റപ്പ് ചെയ്യാനുണ്ട്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ് നമ്മൾ ട്രേഡിംഗ് ഹാളിൻ്റെ പരിപാടി ഏകദേശം ഇത്രത്തോളം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു സൈഡ് നമുക്ക് 16 വില്ലേജർ ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പുറവും 16, അതുപോലെ തന്നെ ഈ സെക്ഷനിലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 64 എങ്ങാണ്ടാണ് നമുക്ക് ടോട്ടൽ വില്ലേജസിന് ഈ ഒരു ട്രേഡിംഗ് ഹാളിൽ ഇടാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ടോട്ടൽ 64 വില്ലേജസിനെ നമുക്ക് ഈ ഒരു ഒറ്റ ട്രേഡിംഗ് ഹാളിൽ ഇടാൻ വേണ്ടി പറ്റും. അവർക്ക് സെപ്പറേറ്റ് ജോബൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിംഗ് ഹാൾ നമ്മൾ ഈ ഒരു ഓക്കിൻ്റെ ലോഗും അതുപോലെ തന്നെ സ്റ്റോൺ ബ്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് കുറേയധികം സ്റ്റോണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മൈൻ ചെയ്ത് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇതിൻ്റെ പണി ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും നമ്മളെ കയ്യിലുള്ള എല്ലാ പിക്കാക്സും വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് നേരം മൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രത്തോളം കോബിൾ സ്റ്റോൺ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെസ്റ്റിലാണെങ്കിൽ ഇത്രത്തോളം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതൊക്കെ ഉരുക്കിയിട്ട് സ്റ്റോണാക്കി മാറ്റണം. അത് അത്യാവശ്യം വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം നമ്മളെ കയ്യിലാണെങ്കിൽ കോളില്ല. നമ്മൾ ഇതുവരെ അധികം മൈനിങ്ങിനും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം കോളിന് നല്ല ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മരമൊക്കെ വെട്ടി പ്ലാങ്ക്സ് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ച് ഫ്യൂവൽ ഉണ്ടാക്കട്ടെ ഞാനാണെങ്കിൽ ഇവിടെ കുറേയധികം ഫർണസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ മൊത്തത്തിൽ സ്റ്റോണൊക്കെ ഉരുക്കാനും വെച്ചിട്ടുണ്ട്. എന്തായാലും കുറേ നേരം എടുക്കും ഈ ഒരു പ്രോസസ്സ്. എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വുഡാണ് ഈ ബ്രിഡ്ജിൻ്റെ ലോഗൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫ്യൂലും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രത്തോളം സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ ഇനെന്തായാലും നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് എത്രത്തോളം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഒരു 4-5 സ്റ്റാക്കിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു സ്റ്റോൺ ബ്രിക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എന്തായാലും അത് കൊണ്ടുപോയിട്ട് അവിടെ ട്രേഡിംഗ് ഹാളിൻ്റെ അവിടെ ബിൽഡ് ചെയ്ത് വെക്കാം. എന്ത് സംഭവിക്കും ഇനി ഇതും നമുക്ക് തെയ്യത്തില്ല. അത് 100% ഉറപ്പാണ്. നമുക്കിനും കുറേയധികം സ്റ്റോണും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ ട്രേഡിംഗ് ഹാളിൻ്റെ പരിപാടി ഇത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട ഒരു ട്രേഡിംഗ് ഹാൾ പോലെയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളൊക്കെ നമുക്കിനി സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇവിടെ സ്പന്ദിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും ലാസ്റ്റ് ആകുമ്പോൾ. ബൈ ദ ബൈ നമ്മളെ ട്രേഡിംഗ് ഹാളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്താണെങ്കിൽ ഫുള്ള് മോബ്സ് സ്പോണായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അങ്ങ് വിദൂരതയിൽ നിൽക്കുന്ന മറ്റേ ഇവൻ നമ്മളെ ക്രീപ്പർ കുട്ടൻ അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ട്രേഡിംഗ് ഹാളിൻ്റെ കാര്യം തീരുമാനമാവും. എന്തായാലും ഇവിടെ ഒരു സ്കെൽട്ടനും കൂടി ഉണ്ട്.
നമ്മളെ കയ്യിലുള്ള ടോർച്ച് ഒന്ന് വെച്ചുകൊടുത്തില്ലെങ്കിൽ മിക്കവാറും പണി പാളാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. അതുപോലെ നമ്മുടെ ട്രെയിനിങ് ഹാളിന്റെ റൂഫൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മ ഇങ്ങനെ ക്ലിയർ ആക്കി പോണം. അപ്പൊ എന്തായാലും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ടോർച്ച് വെക്കാൻ പോണെങ്കിൽ ആ ക്രീപ്പറിനെ നമ്മളിപ്പോ അവിടുന്ന് പുറത്താക്കണം. അതാണ് മെയിൻ ടാസ്ക്. എന്തായാലും ക്രീപ്പർ മോനെ വന്ന് പൊട്ടാതെ മെല്ലെ വാ, പുറത്തേക്ക് വാ. അങ്ങനെ നമ്മളെ ക്രീപ്പറിനെ നമ്മൾ പുറത്തേക്കാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും പൊട്ടാതിരുന്നാൽ നല്ലതായിരുന്നു. ഓക്കെ, ഇനി വെള്ളത്തുനിന്ന് പൊട്ടിയ വലിയ സീനില്ല. ഓ, അങ്ങനെ അണ്ണം പൊട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മളെ ബാക്കി പണിയും കൂടി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എന്തായാലും ഇങ്ങനെ റൂഫിന്റെ ഡിസൈൻ ഇങ്ങനെ നോക്കി ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ ആവും ലാസ്റ്റ്, നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു റൂഫ് ചെയ്താലോ എന്നൊരു പ്ലാൻ ഇല്ലാണ്ടില്ല. അതായത് താഴെ സ്റ്റേഴ്സ് വെച്ചു, മുകളിലും സ്റ്റേഴ്സ് വെച്ചു. അപ്പൊ ഒരു റൂഫിന്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല കട്ടിക്കുള്ള ഒരു റൂഫാണ്. പക്ഷെ സീനില്ല, നമുക്ക് ഇതന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് വെക്കാം. അങ്ങനെ കുറെ സമയത്തിന് ശേഷം നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റൂഫിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചുറ്റോട്ട് നമ്മൾ റൂഫിങ്ങും സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അങ്ങറ്റത്തും നമ്മളൊരു ജനൽ സെറ്റ് ചെയ്തു. അതേ സെയിം പ്രോസസ്സാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി നിൽക്കുന്ന പണി നമുക്ക് ഇതിന്റെ ഫ്ലോർ ഡിസൈൻ ഒക്കെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വില്ലേജർ നിൽക്കുന്ന ഏരിയ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും സെയിം പരിപാടികൾ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു 2 ഡോറും കണ്ടില്ലേ? ഇത് രണ്ടും ഒറ്റ ഡോറാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുറേയധികം പരിപാടി ഇനിയും ബാക്കിയുണ്ട്. സോ എന്തായാലും അതൊക്കെ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും കാര്യം. ഇപ്പൊ തന്നെ രാത്രി 2 മണി ആയി. രാത്രി ഒരു 9 മണിക്ക് എങ്ങാണ്ട് തുടങ്ങിയ റെക്കോർഡിംഗ് ആണ്. ഇപ്പൊ 2 മണിയായി. അതുകൊണ്ട് എനിക്ക് പോയി കിടന്നുറങ്ങണം. നിങ്ങൾ എല്ലാവരും പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.